ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാൽഗുന മാസത്തിൽ 8-ാം നാളിൽ കുംഭമാസം 8-ാം തീയതി രോഹിണി നക്ഷത്രത്തിൽ പാണ്ഡവർ വാരണാവതത്തിലെത്തി അവിടെ താമസിക്കുവാൻ തുടങ്ങി. പുതിയ ഗ്രഹം ചുറ്റും നോക്കി നടന്നു. എന്നാൽ വിതുരർ പാണ്ഡവരുടെ സംരക്ഷയ്ക്കായി തൻ്റെ സമർത്ഥനും വിശ്വസിയുമായ ഗനകൻ എന്ന സുഹൃത്തിനെ പാണ്ഡവരുടെ അടുത്തേക്കായി പറഞ്ഞയക്കുകയാണ്. കൃഷ്ണപക്ഷത്തിൽ ചതുർദശിയിൽ ഈ വാരണാവതഗ്രഹത്തിന് രാത്രി ദോരം തോറും കൊള്ളിവെക്കും. പ്രപഞ്ച സത്യമറിയാവുന്ന വിതുരർ ഗഗനെ പറഞ്ഞു വിടുകയാണ് പാണ്ഡവരക്ഷയ്ക്കായി വാരണാവതിയിലേക്ക്. പിന്നീട് ഗനകൻ ആ ഗൃഹത്തിൻ്റെ നടുവിലും ചെറിയ ഒരു ഗുഹയുണ്ടാക്കി. കിടങ്ങ് പരിഷ്കരിക്കുന്ന വിധം നിലത്താനത്തെ ഒളിവിൽ വാതിലുകളുണ്ടാക്കി. പിന്നീട് പുറത്തേക്ക് വലിയൊരു ഗുഹ തന്നെ ഉണ്ടാക്കി. ദുര്യോധന സഹചാരിയായ പുരോചനൻ അറിയാതിരിക്കാനായി ഈ തുരങ്കം മൂടിവെക്കുകയും ചെയ്തു. പുരോചനനോടൊപ്പം വലിയ ഇഷ്ടത്തോടെ പാണ്ഡവർ ആ ഗ്രഹത്തിൽ വാണു. എന്നാൽ പുരോചനനെ പാണ്ഡവർ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. ചതി മനസ്സിലാക്കിയെങ്കിലും പുരോചനനോട് സന്തോഷം ഉള്ളതുപോലെ ഭാവിച്ചു നടന്നു. ഈ സത്യമെല്ലാം വിതുരൻ്റെ അമാത്യനായ ഗനകനു മാത്രം അറിയാം. ഇങ്ങനെ ഒരാണ്ടുകാലം വാരണാവതത്തിൽ പാണ്ഡവർ പാർത്തുവന്നു. ഒടുവിൽ പുരോചനൻ ഈ വീടിന് കൊള്ളിവെക്കും എന്ന് മനസ്സിലായ ദിവസം പുരോചനൻ ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി ഭീമൻ ചൂട്ട് കത്തിച്ചു. അരക്കില്ലത്തിൻ്റെ പ്രധാന ദ്വാരത്തിൽ തീ വെച്ചു. പിന്നെ അതിൻ്റെ എല്ലാ വാതിൽക്കലും കൊള്ളികളിലും തീ വെച്ചു. പിന്നെ സർവ്വദിക്കിലും ആ പുരയുടെ ചുറ്റും തീ വെച്ചു. ആ ഗ്രഹം കത്തിയാളുന്നത് കണ്ട് പാണ്ഡവന്മാർ അമ്മയോടുകൂടെ തുരങ്കത്തിൽ ഇറങ്ങി. ഉടനെ തീയിൻ്റെ കടുത്ത ചൂടും പടർന്ന് കത്തുന്ന പടുഘോഷവും ഉയർന്നു. പൊട്ടിത്തെറിയും ചടപട ശബ്ദവും കേട്ട് നാട്ടുകാർ ഉണർന്നു. പാണ്ഡവന്മാരുടെ ആ ഭവനം കത്തിക്കാളുന്നത് കണ്ട് വരണ്ട തൊണ്ടയോടെ നാട്ടുകാർ പറഞ്ഞു, ദുര്യോധനൻ്റെ കൽപ്പന പ്രകാരം ദുർബുദ്ധിയായ ധൃതരാഷ്ട്രൻ പാണ്ഡവരുടെ നാശത്തിനു വേണ്ടി പുരോചനനെ കൊണ്ട് പുരം പണിയിച്ചു. ആ മന്ത്രിയെക്കൊണ്ട് തന്നെ അത് ചുട്ടെരിക്കുകയും ചെയ്തു. അയ്യയ്യോ, ധൃതരാഷ്ട്രൻ്റെ ബുദ്ധി മഹാക്രൂരം തന്നെ. നല്ലവരായ പാണ്ഡവരെ, ശുദ്ധരായ ആ പാണ്ഡവരെ ശത്രുക്കളെപ്പോലെ ആ ദുര്യോധനൻ ചുട്ടെരിച്ചു കൊന്നുവല്ലോ. പാണ്ഡവരെ ചുട്ടെരിച്ച ആ പുരോചനനും തീയിൽ പെട്ടുപോയല്ലോ. ഇപ്രകാരം പറഞ്ഞ് നാട്ടുകാർ മുറയിട്ട് കരയുവാൻ തുടങ്ങി. വാരണാവതം നിലവിളി കൊണ്ടു മുഴങ്ങി. രാത്രി മുഴുവനും അവർ ആ വീടിനു ചുറ്റും നടന്നു. എന്നാൽ പാണ്ഡവന്മാർ ഈ സന്ദർഭത്തിൽ അമ്മയോടുകൂടെ ദുഃഖത്തോടുകൂടെ ആ തുരങ്കം വഴി ഗൂഢമായി പുറത്തു കടന്നു. ഉറക്കമിളിച്ച് ആ തുരങ്കത്തിലൂടെ അവർ വേഗത്തിൽ നടന്ന് ഒടുവിൽ കാട്ടിലെത്തി. എന്നാൽ ഈ സമയത്തും എല്ലാം രഹസ്യങ്ങളും അറിയാവുന്ന വിതുരർ താൻ മുമ്പേ കണ്ട വിധം തന്നെ കാട്ടിലേക്ക് തൻ്റെ ഒരു വിശ്വസ്ത ഭൃത്യനെ വിട്ടു. അവൻ ഉദ്ദേശിച്ച വിധം കാട്ടിൽ പോയി പാർത്ഥരെ കണ്ടു. അമ്മയോടുകൂടെ ആ പാണ്ഡവർ ആറ്റിലേക്ക് വെള്ളം കുടിക്കാനായി എത്തിയതായിരുന്നു. അവിടെ വെച്ചായിരുന്നു വിതുരരുടെ വിശ്വസഭൃത്യനായ സുഹൃത്തിനെ പാണ്ഡവർ കാണുന്നത്. അമ്മയോടുകൂടെ ദുഃഖത്തിൽ പെട്ടു നിൽക്കുന്ന ആ പാണ്ഡവരെ തോണിയിൽ കയറ്റി വിശ്വസഭൃത്യൻ യാത്രയാക്കിയപ്പോൾ അവൻ പറഞ്ഞു, വിതുരൻ മനസ്സാ നിങ്ങളെ ആശ്ലേഷിച്ച് ശിരസിൽ ഘ്രാണിച്ച് നിങ്ങളുടെ യാത്രയ്ക്ക് മംഗളം പറഞ്ഞു എന്ന് വിതുര സന്ദേശം പറയാനായി എന്നെ അറിയിച്ചു. അങ്ങനെ ആ വിശ്വസഭൃത്യൻ അവരെ ഗംഗയുടെ അക്കരയ്ക്ക് എത്തിച്ചു. ഗംഗാനദിയുടെ മറുകരയിൽ ആ പാണ്ഡവർ അടുത്തു. വിജയാശീർവാദം നൽകി അവൻ വന്ന വഴിക്ക് തന്നെ പോകുവാൻ ഭാവിക്കുമ്പോൾ പാണ്ഡവർ വിതുരരെ അറിയിക്കുവാൻ പ്രതിസന്ദേശം പറഞ്ഞു. ഹൃദയംഗമമായ ആ സന്ദേശവും കേട്ടുകൊണ്ട് അവൻ തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് പോയി. ഗംഗാനദി കടന്ന് കുന്തിദേവിയോടുകൂടെ പാണ്ഡവർ നടന്നു. ഹസ്തിനാപുരിയിലുള്ളവരെല്ലാം വിശ്വസിച്ചു. പാണ്ഡവരെല്ലാം അമ്മയോടുകൂടെ തീയിൽ വെന്തു വെണ്ണീറായി. ഒപ്പം പുരോചനനും വെന്തു.
ഇത് കേട്ട ധൃതരാഷ്ട്രർ പറഞ്ഞു, ഇവിടെ നിന്നും ഉടനെ ആളുകൾ വാരണാവതത്തിലേക്ക് പോകട്ടെ. ആ പാണ്ഡവരെയും കുന്തിയെയും സംസ്കരിക്കട്ടെ. അവരുടെ ശുഭമായ അസ്ഥികളൊക്കെ സംസ്കരിക്കട്ടെ. മരിച്ചുപോയവരുടെ ബന്ധുക്കളൊക്കെ അങ്ങോട്ട് പോകട്ടെ. ഈ നിലയ്ക്ക് വേണ്ടുന്നതെല്ലാം ഇന്ന് തന്നെ ചെയ്യണം. സത്യമറിയാത്ത ഹസ്തിനാപുരിയിലെ സാധുജനങ്ങൾ പാണ്ഡവരെ ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ എല്ലാം അറിയാവുന്ന വിതുരർ എല്ലാം നോക്കി നിന്നു. പാണ്ഡുപുത്രന്മാർ വാരണാവതം വിട്ട് അമ്മയോടൊത്ത് നദി കടന്ന് അക്കരെ എത്തി. രാത്രി നക്ഷത്രവും നോക്കി വഴി കണ്ടുപിടിച്ച് പാടുപെട്ട് കൊടിയ കാട്ടിൽ പ്രവേശിച്ചു. തളർന്നും ദാഹിച്ചും ഉറക്കം വന്നും വലഞ്ഞ് യുധിഷ്ഠിരൻ ഭീമവീര്യനായ ഭീമനോട് പറഞ്ഞു, ഇതിലും കഷ്ടമായി ഇനി എന്തുണ്ട് സംഭവിക്കാൻ? ഇത്രയും വലിയ കാട്ടിൽ വഴിയറിയാതെ നടക്കേണ്ടി വന്നു. പാപിയായ ആ പുരോചനൻ ആ ഗൃഹത്തിൽ കടന്നു വെന്തുപോയോ? അതും അറിയുന്നില്ല. ഭീമ, ഇനി നടക്കാൻ വയ്യ. നീ ഞങ്ങളെ എടുത്തുകൊണ്ട് നടക്കൂ ഭീമ. ഈ ഉള്ളവരിൽ വെച്ച് ബലവാൻ നീയാണല്ലോ. നീ വായു ഭഗവാന്റെ മകനാണല്ലോ. ഭീമൻ ഊക്കോടെ നടക്കുമ്പോൾ തുടയുടെ വേഗം കൊണ്ടുണ്ടാകുന്ന കാറ്റിൽ കൊമ്പുകൾ ഉലയുന്ന വൃക്ഷത്തോടു കൂടിയ കൊടുംകാട് കുലുങ്ങി. അമ്മയെ കുന്നിലും കുണ്ടിലും പണിപ്പെട്ട് എടുത്ത് ഫലം, മൂലം, വെള്ളം ഇവയില്ലാത്തതും ക്രൂരപക്ഷികൾ നിറഞ്ഞതുമായ ഒരു കാട്ടിൽ സന്ധ്യയോടുകൂടെ അവരെത്തി. സന്ധ്യ മഹാഭീഷണിയായി. പക്ഷികൾ മഹാഘോരങ്ങൾ ദിക്കൊന്നും കാണാത്ത മട്ടിൽ ഇരുണ്ടു. കാറ്റ് ഉഗ്രമായി വീശുന്നുണ്ട്. ഘോരമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഉറക്കവും വന്നു. വെള്ളവും ഭക്ഷണവും കിട്ടാതെ പാണ്ഡവർ അവശരായി. മക്കൾ കുന്തിദേവിയുടെ ചുറ്റും ഇരുന്നു. ദാഹിച്ചു തളരുന്ന കുന്തിദേവി മക്കളോട് പറഞ്ഞു, പാണ്ഡവന്മാരുടെ അമ്മയാണ് ഞാൻ. നിങ്ങളുടെ മധ്യത്തിലിരുന്നിട്ട് കൂടി എനിക്ക് ദാഹിച്ചു പൊരിയേണ്ടി വരുന്നു. ഇത് കേട്ട് ഭീമൻ ഘോരവും ശൂന്യവുമായ കാട്ടിൽ പരന്നു നിൽക്കുന്ന രമ്യമായ ഒരു പേരാല് കണ്ടു. അവിടെ അവരെ കൊണ്ടുപോയി ഇറക്കി. നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുക, ഞാൻ വെള്ളം പോയി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വെള്ളമുള്ള സ്ഥലം നോക്കി തിരഞ്ഞുപോയി. ഒടുവിൽ ഭീമൻ വെള്ളവുമായി വന്നപ്പോൾ നിലത്ത് കിടന്നുറങ്ങുന്ന തൻ്റെ സഹോദരന്മാരെയും അമ്മയെയും നോക്കി. സാധാരണ ജനങ്ങളെപ്പോലെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഭീമൻ ചിന്തിച്ചു, വസുദേവൻ്റെ സഹോദരി, കുന്തിഭോജൻ്റെ പുത്രി, ക്ഷണയുക്തയായ കുന്തി, വിചിത്രവീര്യൻ്റെ മരുമകൾ, പാണ്ഡു മഹാരാജാവിൻ്റെ വല്ലഭ, ഈ പാണ്ഡവരെ പറ്റ മാതാവ്, പട്ടുമെത്തയിൽ പള്ളി കൊള്ളുന്ന രാജ്ഞി. എന്നിട്ടും ഈ ഗതി വന്നല്ലോ. ഹാ കഷ്ടം. മണ്ണിൽ കിടന്നുറങ്ങുന്നു കുന്തിദേവി. ഇതിലും വലുതായ ദുഃഖം ഇനി എന്താണ് കാണേണ്ടത്? മണ്ണിൽ കിടന്ന് തന്നെ സഹോദരങ്ങളും ഉറങ്ങുന്നു. എന്തായാലും ഭീമൻ വിചാരിച്ചു, ഇനി ഇവർ ഉണരുന്നത് വരെ ഞാൻ ഉറക്കമൊഴിച്ച് കാത്തിരിക്കാം. എന്തായാലും ക്ഷീണിച്ച് ഉറങ്ങുന്ന ഇവരെ ഉണർത്തേണ്ട. ഇവർ ഉണർന്നിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കാം എന്ന് ചിന്തിച്ച് ഭീമൻ അവർക്ക് കാവലിരിപ്പായി ആ കൊടും കാട്ടിൽ. ഹരേ കൃഷ്ണ.